ഗുഡ് മോർണിംഗ്. അപ്പോൾ ദിസ് ഈസ് ഡേ 2. ഇപ്പോൾ ഉച്ചയ്ക്ക് ഡേ 2 അല്ല, ഇന്നലെ വന്നത് തന്നെ ഡേ 2 എന്ന് പറയാൻ പറ്റില്ല. സോ ഞാൻ വിശ്വട്ടനും കിടന്നപ്പോൾ 7 മണിയായി. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായി, 2 മണിയായി. ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായിരുന്നു, ബോധം വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ 2 മണിയായി. ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്ത് ലഞ്ച് കഴിച്ചിട്ട് നേരെ പ്രാക്ടീസ്. നാളെയാണ് ഷോ, എന്താവോ എന്തോ. ഓക്കെ, സമയമില്ല. ഓക്കെ, ബൈ 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 ബൈ. സോ നമ്മളിപ്പോൾ പ്രാക്ടീസിന് പോവാം. സമയം എത്ര? 4 മണി. 12. ഇവിടുത്തെ സമയം മാത്രം പറഞ്ഞാൽ മതി. 4:30 നമ്മൾ പ്രാക്ടീസിന് പോവാം. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് പ്രാക്ടീസ്. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ എനർജി ഉണ്ടാവില്ല മിസ്റ്റർ. മിസ് പെൻഗ്വിൻ. നമ്മളിവിടെ ഭാവന ചേച്ചി ഉണ്ട്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷോ കോർഡിനേറ്ററായ മദൻ ചേട്ടൻ്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ വന്നേക്കാം. അപ്പോൾ കാണിച്ചു തരാം. ചേച്ചി ഹായ് പറഞ്ഞു. അല്ല ചേട്ടാ, അതെ വരട്ടെ, ഞാൻ വരാം. ഇതാണ് മദൻ ചേട്ടൻ, ഇത് നമ്മുടെ ട്രഷറായ ഹരിച്ചേട്ടൻ. ഇതാണ് ഇത് ഹരിച്ചേട്ടന്റെ ഭാര്യ. ഓ സോറിയാ. അങ്ങനെ നല്ല സുഭിക്ഷമായിട്ട് നല്ല ചോറും ചിക്കനും പുളിശ്ശേരിയും ഒക്കെ എല്ലാ കറിയും കൂട്ടി ഞങ്ങളെല്ലാവരും അടിച്ച് കയറ്റി. നിശ്ചയിച്ച് കിഡ്ലൻ ഫുഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ വയറെല്ലാം ഫുള്ളായി കഴിഞ്ഞിട്ട് ഞങ്ങളിത് പ്രാക്ടീസിന് കയറി. അപ്പോൾ പ്രാക്ടീസ് ഞാനിപ്പോൾ ഫസ്റ്റ് എൻ്റെ ക്ലാസിക്കലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ബട്ട് ആക്ച്വലി ഇവർ അമ്മമാരാണ് കേട്ടോ. ഇവർക്കൊക്കെ മക്കളുണ്ട്. അപ്പോൾ ഇവരുടെ ഡെഡിക്കേഷൻ വാസ് കമൻഡബിൾ റിയലി. ഞാനിവിടെ എൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാക്കിൽ വിഷ്ണു ചേട്ടൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വിളിക്കുന്നുണ്ട് വിഷ്ണു ചേട്ടൻ, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. സമയം 11:30 അപ്പോൾ ഞങ്ങൾക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കോർഡിനേറ്റർ അലൻ ചേട്ടൻ ഒരു ലോഡ് പിസ്സ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അടിപൊളി പിസ്സ ആയിരുന്നു. ബൈ ഞങ്ങളെല്ലാവരും ഇത് കഴിച്ചു. കുറച്ച് ബാക്കിയുള്ളത് ഞാനും വിശ്വട്ടനും റൂമിലേക്ക് കൊണ്ടുവന്നു. ഹായ്. പ്രാക്ടീസിൻ്റെ സമയത്ത് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ പ്രാക്ടീസ് അങ്ങനെ മര്യാദയ്ക്ക് സെറ്റായില്ല. അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് ഞാനും വിശ്വട്ടനും പ്രാക്ടീസ് ചെയ്യാം. സമയം 12 മണി. അതിൻ്റെ കൂടെ പിസയും കോക്കും കൂടി കഴിച്ച് ഞങ്ങൾ, അയ്യോ സോറി, ഒരു മിനിറ്റ്. ഉറക്കമില്ലാത്ത രാത്രികൾ. രാവിലെ 4 മണിക്ക് പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ഉറക്കം വരാണ്ട്. ഒടുക്കത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ കാറ്റാണ് ഇവിടുത്തെ പ്രശ്നം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നാലേ കാറ്റ് കൊള്ളാണ്ടിരിക്കുള്ളൂ. തിരിഞ്ഞടക്കണം. അപ്പൊ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാ. ഉറക്കം വരുന്നില്ല, പക്ഷെ എന്നാലും ഉറങ്ങി പറ്റും. നാളെ എന്നുവെച്ചാൽ ഇന്ന് ഇവിടത്തെ ഉച്ചയ്ക്ക് എണീറ്റ് റെഡിയായി. ഇന്നാണ് ഷോ.
കാർഡ് അയ്യോ എൻ്റെ കാർഡ് ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. വിശ്വയുടെ ഒരു ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. എണീക്കാൻ ലേറ്റ് ആയപ്പോൾ വ്ളോഗ് നടക്കുന്നുള്ളൂ പ്രോപ്പർലി. ടൈം ഡിഫറൻസും ഉറക്കമൊന്നും ശരിയാകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡിയായി ഷോയിന് പോകാൻ നിൽക്കുക. ഇപ്പോൾ ഇവിടെ 1:15. ഇവിടെ ആക്ച്വലി ഉണ്ടല്ലോ എക്സ്ട്രീം വെതർ സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഈ വെയിലും ആയിരിക്കില്ല, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ്, തണുപ്പാവും. അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ പണ്ടാരൊന്ന് ഷോർട്ട് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, തണുത്തുറച്ചാൻ ചാവും. സോ യാ, അപ്പോൾ പിന്നെ ഷോൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. മാക്സിമം ചെയ്യാം. സുന്ദരി, ഇത് നമ്മുടെ കോർഡിനേറ്ററിൻ്റെ വൈഫാണ്. അറിയാൻ പറ്റില്ല. ഗ്രീൻ റൂമിലെത്തി. എന്താ ചെയ്യാൻ വേണ്ടി വിഷയത്തേട്ടെന്ന് വിശക്കണം കളിക്കാൻ പോകുന്നത്. ഈ വർഷത്തെ ഫസ്റ്റ് ഓണസദ്യ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സ്റ്റാർട്ട് ചെയ്തു. അല്ലേ? ഹലോ, ഈ വർഷത്തെ ഫസ്റ്റ് ഓണസദ്യ ഓസ്ട്രേലിയയിൽ നിന്ന് കഴിക്കാൻ പറ്റിയത് എന്താണ് താങ്കളുടെ പ്രത്യേക അനുഭൂതിയാണ്? മറുനാട്ടിൽ വന്നിട്ട് നമ്മൾ ഓണസദ്യ കഴിക്കുന്നത്. അത് നിങ്ങളുടെ കൂടെ ആയതിൽ നമ്മുടെ പുതിയ ഇവന്റെ കുഞ്ഞു പെണ്ണിനാണ്. ചേച്ചി അതിന് പറ്റിയതല്ലേ പുതുമഴയില്ലേ? ഓൾ ദി ബെസ്റ്റ്. സോ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഷോയ്ക്ക് വേണ്ടി റെഡിയായി എല്ലാവരും. എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭാവന ചേച്ചി റെഡിയായി. ഇതാണ് ഭാവന ചേച്ചിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജീന ചേച്ചി, ദിവ്യ ചേച്ചി, വിഷ്ണു ചേട്ടൻ എല്ലാവരും റെഡിയായി. ഭാഗ്യചേട്ടനെ കാണുന്നില്ല, എൻ്റെ ഇടയ്ക്ക് എവിടെയോ മുങ്ങി. എനിക്കൊന്ന് സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കണം. സോ യെസ്. ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് പെർഫോമൻസിന് വേണ്ടി റെഡി ആവുകയാണ്. എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഞാൻ ഇന്ന് രാത്രി സമാധാനം ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞതറിയോ ചേട്ടാ, ഞാൻ വ്ലോഗ് വരുന്ന എല്ലാ ദിവസത്തെയും വ്ലോഗ് അന്നന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ ഇന്നിടും. മൂന്നാമത്തെ ദിവസമാണ്. അത് കാര്യമില്ല, എല്ലാ ദിവസവും വന്നിട്ട് ഇന്ന് സമയം വേണ്ടേ? സമയം 6:30 ബിഗ് ബോസ് എടുത്തോണ്ടിരിക്കാൻ. ഷോ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആസ് യു കെൻ സി, ഞങ്ങൾക്ക് അങ്ങനെ വിശപ്പില്ലാത്തതുകൊണ്ട് ഒട്ടും ഇങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. കിഡിലും ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. ആൻഡ് ഇവിടുത്തെ മാംഗോ ലസ്സി എടുത്തു പറയേണ്ടതാണ്, അടിപൊളിയായിരുന്നു. ഇനി ബാക്കി റൂമിലെ കലാപരിപാടികൾ കാണിച്ചു തരാം. ഇന്നത്തെ പാട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര കട്ടെ
പുള്ളിക്കാരിക്ക് അതിലെ പാടി പഠിച്ചത് 15 കൊല്ലം. എന്നിട്ട് വല്ലാത്ത ടോണാണ്. ആദ്യമേ ഓൺ ചെയ്യാം, പിന്നെ പറയാം ഞാനല്ലേ കാന്തമാക്കി അത് പഠിച്ചോ, അത് പാട് പാടി നോക്ക്. ഇത് വെച്ച് നീ അവസരം മുതലെടുക്കരുത്. നീ നിനക്ക് വേണം അവസാനം എല്ലാത്തിനും അയ്യോ പൂരമെനിക്കുന്നു കാണണം കാന്ത, പൂരമെനിക്കുന്നു കൂടണം കാന്ത, എനിക്കുന്നു കാണണം കാന്ത, പൂരമെനിക്കുന്നു കൂടണം കാന്ത. ഞാനും വരാം